നമസ്കാരം. ടാരോ റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല. റെസണേറ്റ് ആവുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അപ്പം നമുക്ക് കാർഡ്സിലേക്കൊന്ന് പോകാം. ഇവിടെ എടുത്തിരിക്കുന്ന കാർഡ്സിൽ പ്രധാനമായിട്ടും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത്, നിങ്ങളിൽ ഒരാൾ പരിപാലനത്തിലുമൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. നല്ലപോലെ കെയർ ചെയ്യും. നിങ്ങളുടെ എല്ലാ കാര്യത്തിനും നല്ല കെയറിങ് ആയിരിക്കും. ഒരു രക്ഷകർത്താവിനെ പോലെ പെരുമാറുന്ന ഒരു വ്യക്തിയായിരിക്കും രണ്ടിലൊരാളെന്നത് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ തമ്മിലുള്ളൊരു ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് മാത്രമാണ് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്കിടയിൽ അവർക്ക് എപ്പോഴും ചില തർക്കങ്ങളിലൊക്കെ നിങ്ങളോട് ജയിക്കണം എന്നൊരു വാശിയുണ്ടാവും. അവർക്കെപ്പോഴും മുൻഗണന കിട്ടണം, ചില തർക്കങ്ങളിലൊക്കെ വിജയിക്കണം. അതിനുവേണ്ടി അവരെപ്പോഴും പരിശ്രമിക്കും. അങ്ങനെ ചെറിയ ഈഗോ ക്ലാഷുകളൊക്കെ ഉണ്ടാകും എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ബന്ധം നിലനിർത്തി പോകണമെങ്കിൽ വേണ്ടത് ലോങ് ടേമിലേക്കുള്ള പ്ലാനുകളാണ്. സ്റ്റേബിൾ ആകാനുള്ള പ്ലാനുകൾ വേണം എന്ന് പറയുന്നുണ്ട്. ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളും ഈ ബന്ധം തേടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ബന്ധത്തിനൊരു പൂർണ്ണതയില്ലാത്ത ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ, ഭൗതികമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബന്ധത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഇതൊരു കാർമിക് ബോണ്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അതായത് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ആത്മീയപരമായിട്ട് വന്നിരിക്കുന്ന ഒരു ബന്ധം തന്നെയാണ് ഇതെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് റീയൂണിയൻ കാണുന്നുണ്ട്. രണ്ടുപേരും ചേർന്നുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ വരാൻ പോകുന്നു എന്നാണ് ഈ കാർഡ്സ് പൊതുവെ സൂചിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള പരസ്പരമുള്ള ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും മ്യൂച്വലായിട്ടുള്ള സറണ്ടറിങ്ങും ആവശ്യമാണ്. പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതാണ് ഈ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നു. ടാരോ നമ്മൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങളാണ്. നിങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ പറയാനുള്ളത്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച്.